ചെറിയ വാക്കുതർക്കങ്ങളുടെ പേരിൽ പോലും ആളുകളുടെ ജീവനെടുക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന കടുത്ത ആശങ്കയുയർത്തുന്നതാണ് ഇതിൽ പല സംഭവങ്ങളും. പത്തനംതിട്ട റാന്നി മക്കപ്പുഴയിൽ ഒരു യുവാവിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസ് കേരളത്തെയാകെ ഞെട്ടിച്ചിരുന്നു. ബിവറേജ് മദ്യവിൽപ്പനശാലയ്ക്ക് സമീപം പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് റാന്നി സ്വദേശി അമ്പാടിയുടെ ജീവനെടുത്തത്. ആദ്യം സ്വാഭാവിക അപകടമെന്നാണ് കരുതിയതെങ്കിലും പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു. ഒളിവിൽ പോയ 4 പ്രതികളെയും മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്യാനും പോലീസിനായി. കേസിലെ മുഖ്യപ്രതി അരവിന്ദ് ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. റാന്നി വെബ്കോ മദ്യവിൽപ്പനശാലയ്ക്ക് സമീപം കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടുണ്ടായ സംഘർഷമാണ് പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊല്ലപ്പെട്ട അമ്പാടി സുരേഷിന്റെ കൂട്ടുകാരും പ്രതികളുടെ സംഘവും തമ്മിലാണ് ഇവിടെ വെച്ച് വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായത്. പരസ്പരം ഏറ്റുമുട്ടിയ സംഘം ഇവിടെ നിന്നു മടങ്ങിയ ശേഷം രാത്രി 8 മണിയോടെ റാന്നി മന്ദമാരുതിയിൽ വെച്ച് വീണ്ടും ഏറ്റുമുട്ടി. തുടർന്ന് ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ അമ്പാടി ഫോൺ ചെയ്യാനായി വാഹനത്തിൽ നിന്നിറങ്ങി. അതേസമയം പ്രതികൾ മാരുതി സ്വിഫ്റ്റ് കാറിൽ അതിവേഗത്തിൽ വന്ന് ഇയാളെ ഇടിക്കുകയായിരുന്നു. റോഡിൽ വീണ അമ്പാടിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കിയ ശേഷം കാർ പിന്നോട്ടെടുത്ത് വീണ്ടും ശരീരത്തിലൂടെ കയറ്റിയിറക്കിയതായി ഒപ്പമുണ്ടായിരുന്നവർ മൊഴി നൽകിയിട്ടുണ്ട്. ഒന്നാം പ്രതിയായ അരവിന്ദും ശ്രീകുട്ടനും അജോയുമാണ് കാറിലുണ്ടായിരുന്നത്. അരവിന്ദാണ് കാർ ഓടിച്ചിരുന്നത്. ഇയാൾ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. റാന്നി ചേത്തക്കൽ സ്വദേശി അക്സമാണ് കേസിലെ മറ്റൊരു പ്രതി. ഹോൾഡ്. ആദ്യം ബെവറേജസിനു മുന്നിൽ സംഘർഷമുണ്ടാക്കിയ സംഭവത്തിൽ അജോയും അക്സമുമായിരുന്നു ഉണ്ടായിരുന്നത്. കൊല്ലപ്പെട്ട അമ്പാടിയും പിന്നീടാണ് തന്റെ സംഘത്തിനൊപ്പം ചേർന്നത്. കൊലപാതകം നടത്തിയ ശേഷം പ്രതികൾ കാർ ഉപേക്ഷിച്ച് എറണാകുളത്തേക്ക് കടന്നിരുന്നു. അരവിന്ദ്, ശ്രീകുട്ടൻ, അജോ എന്നിവരെ എറണാകുളത്തു നിന്നും അക്സമിനെ റാന്നിയിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. ഇരുകൂട്ടരും തമ്മിൽ മുൻവൈരാഗ്യമില്ലെന്നും വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണം എന്നുമാണ് പോലീസ് പറയുന്നത്. അമ്പാടിയെ കാറിടിപ്പിച്ചു കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് എത്തിയതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പ്രതികളെ മന്ദമാരുതിയിലും വാക്കുതർക്കം നടന്ന ബെവറേജസ് വിൽപ്പനശാലയ്ക്ക് മുമ്പിലും എത്തിച്ചു തെളിവെടുത്തു. യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതികൾ പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. അമ്പാടിയെ ഇടിച്ചു വീഴ്ത്തി വാഹനം ശരീരത്തിലൂടെ കയറ്റിയിറക്കിയത് പ്രതികൾ പോലീസിനോട് വിവരിച്ചു. പ്ലാച്ചേരി ഭാഗത്തു നിന്നാണ് എത്തിയതെന്നും ഇവർ വ്യക്തമാക്കി. ഇരുപത്തിനാലുകാരനായ അമ്പാടി സുരേഷിന്റെ അപകട മരണമെന്നാണ് ആദ്യം ബന്ധുക്കളും നാട്ടുകാരും വിശ്വസിച്ചത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. മദ്യലഹരിയിലാണ് പ്രതികൾ ഈ ക്രൂരമായ കൊലപാതകം നടത്തിയത്. ലഹരിക്കടിമകളായി പെട്ടെന്നുള്ള പ്രകോപനത്തിൽ പൊതുസ്ഥലത്തും റോഡിലുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും ജീവൻ പോലും എടുക്കുന്നതുമായ സംഭവങ്ങൾ വർദ്ധിക്കുന്നത് ഏറെ ആശങ്കയുണർത്തുന്നു. ന്യൂസ് 18 പത്തനംതിട്ട.